നമസ്കാരം. കാമുകയും ഒന്നിച്ചു കഴിയാൻ പത്തനംതിട്ടയിലെത്തിയ കുറ്റിപ്പുറം സ്വദേശി കാമുകൻ 10 ദിവസത്തിനിടെ പ്രതിയായത് 4 മോഷണ കേസുകളിൽ. വാഴമുട്ടം കുരിശ്ശടി മോഷണ ശ്രമത്തിലാണ് ഇയാളെ പിടിയിലായത്. മെയ് 20 മുതൽ 30 വരെ ഇയാൾ നടത്തിയത് 3 വാഹന കേസുകളാണ് തെളിഞ്ഞിരിക്കുന്നത്. കുറ്റിപ്പുറം താവന്നൂർ പൊയിലവിളை വീട്ടിൽ അനന്തകൃഷ്ണനെയാണ് പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു കേസിൽ തുടങ്ങിയ അന്വേഷണം 7 ദിവസം പിന്നിടുമ്പോൾ 4 കേസുകളായി മാറിയിരിക്കുന്നു. 10 ദിവസത്തിന്റെ ഇടവേളയിൽ പത്തനംതിട്ടയിൽ നിന്ന് 2 ബൈക്കുകളും കുറ്റിപ്പുറത്ത് നിന്ന് ഓട്ടോറിക്ഷയും മോഷ്ടിച്ച കേസുകളിലാണ് ഇയാൾ പ്രതിയായിരിക്കുന്നത്. വള്ളിക്കോട് സ്വദേശിയായ പെൺകുട്ടിയുമായി കഴിഞ്ഞ 1 മാസമായി ഇയാൾ അങ്ങാടിക്കലിൽ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. കുറ്റിപ്പുറത്ത് നിന്ന് മോഷ്ടിച്ച ഓട്ടോറിക്ഷയിലാണ് പ്രതി പത്തനംതിട്ടയിൽ എത്തിയത്. മെയ് 30 പുലർച്ചെ വാഴമുട്ടം ഓർത്തഡോക്സ് പള്ളി ജംഗ്ഷനിലെ സ്ഥാപിച്ചിരുന്ന കുരിശ്ശടിയുടെ ഗ്ലാസ് തകർത്ത് മോഷണ ശ്രമം നടത്തിയിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓട്ടോ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വള്ളിക്കോട് ഭാഗത്തു നിന്നും ഓട്ടോറിക്ഷ കണ്ടെത്തിയത്. ഞാൻ 28-ാം തീയതി രാത്രി 28-ാം തീയതി വണ്ടി കൊണ്ട് സൈഡാക്കിയതാണ്. വീട്ടിൻ്റെ കുറച്ച് അടുത്തായിട്ട് ഒരു പറമ്പിൽ. രാവിലെ 29-ാം തീയതി രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ വണ്ടി കാണാനില്ല. അപ്പോൾ കുറ്റിപ്പുറം സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ടൊന്നും ഞങ്ങൾക്ക് വിവരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തൊടുപുഴ പെട്രോൾ പമ്പിൽ വെച്ചിട്ട് നമ്മൾ വണ്ടി എണ്ണ അടിച്ചിട്ട് പൈസ കൊടുത്തില്ല. അപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് നമ്പർ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവർ നമുക്ക് വിളിച്ചു. പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിച്ചിട്ട് വണ്ടി ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്, അപ്പോൾ പൈസ കൊടുക്കണം എന്നാണ്. അപ്പോഴാണ് വിവരം, വണ്ടിനെ കുറിച്ചുള്ള വിവരം നമ്മൾ അറിയണത്. ഈ ഇത് കണ്ടപ്പോൾ, വീഡിയോ കണ്ടപ്പോൾ. അപ്പോൾ പറഞ്ഞ് വണ്ടി ഇങ്ങനെ കളവ് പോയതാണ്, ഞങ്ങൾക്ക് ഒരു വിവരം കിട്ടിയിട്ടില്ല, എപ്പോഴാണ് വിവരം കിട്ടുന്നതാണ്. അങ്ങനെ ആ വിവരം നമ്മൾ കുറ്റിപ്പുറം സ്റ്റേഷനിലേക്ക് പാസ് ചെയ്തു. അങ്ങനെ കുറ്റിപ്പുറം സാറ് ഏകദേശം അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മളെ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ആളെ പിടുത്തം കിട്ടിയില്ല. അപ്പോൾ അവർ അന്വേഷണത്തിലൂടെ അവൻ്റെ ഉള്ളിലുള്ള ആളെ കണ്ടെത്തി. ഇവനവിടെ രാത്രി 11:30 മണിക്ക് അവിടെ വന്നിന്നുള്ള ന്യൂസ് കേട്ടു. അപ്പോൾ ഏകദേശം നമ്മളൊരു രൂപം വെച്ച് നോക്കുമ്പോൾ അവൻ തന്നെ ആവാനാണ് ചാൻസ് എന്നാണ് പറയുന്നത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കവർച്ചയായിരുന്നു ലക്ഷ്യമെങ്കിലും നടന്നില്ല. മോഷണ കാരണവും പ്രതി തന്നെ പോലീസിനോട് പറഞ്ഞു. കാമുകയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്നതാണ്. 18-കാരിക്കൊപ്പം വാഴമുട്ടത്തിന് സമീപം വാടക വീട്ടിൽ കഴിയുകയായിരുന്നു. ചെലവിനുള്ള പണം കണ്ടെത്തുന്നതിനായാണ് മോഷണം നടത്തിയത്. അനന്തകൃഷ്ണനെ ചോദ്യം ചെയ്തപ്പോൾ പത്തനംതിട്ടയിലെ 2 മോഷണ കേസുകൾ കൂടി തെളിഞ്ഞു. ഉപയോഗിച്ച ഓട്ടോറിക്ഷ കുറ്റിപ്പുറത്ത് നിന്ന് മോഷ്ടിച്ചതാണെന്നും പ്രതി സമ്മതിച്ചു. പത്തനംതിട്ട വാഴമുട്ടം ചർച്ചിൻ്റെ കുരിശ്ശിയുടെ 2 ഗ്ലാസ്, വലിയ ഗ്ലാസ്സാണ്. 2 ഗ്ലാസ്സാണ്. അത് 30-ാം തീയതി വെളുപ്പിന് 3:50 ആരോ എറിഞ്ഞ് തകർത്ത് ഇവിടുന്ന് കടന്നുപോയി. ഇത് ആരാണ് തകർത്തതെന്നുള്ളതിനെക്കുറിച്ച് അന്ന് യാതൊരു സൂചനയില്ലായിരുന്നു. തുടർന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ച് 3-4 ഗ്രൂപ്പായിട്ട് തിരികെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ടൗണിലും പരിസരത്തുമൊക്കെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയത്, ഒരു ഓട്ടോ വന്നു പോയതായിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് പാസ് ചെയ്തു പോയ, ആ സമയത്ത് പാസ് ചെയ്ത വാഹനങ്ങളെല്ലാം പരിശോധിച്ചതിൽ നിന്ന് ഓട്ടോറിക്ഷ ഫുള്ളി ഐഡൻറ്റിഫൈഡ് ആയില്ല, പക്ഷേ ഓട്ടോ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്പർ കിട്ടിയിരുന്നില്ല. തുടർന്ന് ഏകദേശം ഒരു 100ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഓട്ടോയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് ഓട്ടോയിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ ഓട്ടോ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ചേസ് ചെയ്ത് അതിലെ പ്രതിയെ വെരിഫൈ ചെയ്തു. അനന്തകൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്, 21 വയസ്സ്. അയാൾ തൃപ്പാരൂർ കുറ്റിപ്പുറം സ്വദേശിയാണ്. അവിടെ വെച്ച് ഓൺലൈനായിട്ട് ഒരു കുട്ടിയെ പരിചയപ്പെട്ടിട്ട് ഇവിടെ വന്ന് അതിനുമായിട്ട് പരിചയപ്പെട്ട് ഇവിടെ വന്ന് താമസിക്കുകയും. അപ്പോൾ തുടർന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഓട്ടോറിക്ഷ കുറ്റിപ്പുറത്തുനിന്ന് മോഷണം ചെയ്തൊരു ഓട്ടോറിക്ഷയാണ്. അതിനവിടെ ക്രൈം കേസുണ്ട്. ഓട്ടോ കേസിലേക്ക്, ഇവിടുത്തെ കേസിലേക്ക് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇത് മോഷണ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കല്ലെറിഞ്ഞ് പൊട്ടിച്ചതാണ്. ഇത് പോയതിന് ശേഷം തിരിച്ചു വന്ന് വീണ്ടും ഇവിടെ നിന്ന് നിന്നിട്ടാണ് പോകുന്നത്. ഓട്ടോറിക്ഷ റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഇയാൾ ഇവിടുന്ന് തന്നെ വള്ളിക്കോട് നിന്നൊരു ബൈക്ക് മോഷ്ടിച്ചുള്ളതായിട്ടും, അതുപോലെ തന്നെ അവിടുന്ന് ഈ കുറ്റിപ്പുറം തൃപ്പാരൂർ ഭാഗത്തുനിന്ന് നമുക്ക് ഇവിടുത്തെ തന്നെ ഒരു ബൈക്ക് റിക്കവർ ചെയ്യാൻ കഴിയും. കൊടുമണ്ണിയിൽ നിന്ന് പോയൊരു മോഷണം ബൈക്ക്, ആ ബൈക്ക് തൃപ്പാരൂരിൽ നിന്ന് റിക്കവർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വള്ളിക്കോട് നിന്ന് പോയ ബൈക്ക് അടൂരിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറ്റിപ്പുറത്തെ ഓട്ടോറിക്ഷ നമുക്ക് ഈ കേസിൻ്റെ ഭാഗമായിട്ട് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അനന്തകൃഷ്ണൻ എന്നാണ് പ്രതിയുടെ പേര്, 21 വയസ്സുണ്ട്.
ഇന്ന് വൈകിട്ടും നടപടിക്ക് ശേഷം കോടതി ഹാജരാക്കി മാറ്റി. ഇല്ല, പെൺകുട്ടി നിലവിലെ നമ്മുടെ അന്വേഷണത്തിൽ പ്രതിയായിട്ട് വരുന്നില്ല. കാരണം ഈ മോഷണം നടത്തിയത് മുഴുവൻ ഇവൻ ഒറ്റയ്ക്കാണ്. ഈ എറിയുന്ന സമയത്ത് കുട്ടി ഓട്ടോയിലുണ്ടായിരുന്നു. പക്ഷെ അത് ആ കുട്ടിയുടെ ഇന്റൻഷൻ നമ്മൾ വെരിഫൈ ചെയ്തിരുന്നു. അതിന്റെ ഇന്റൻഷൻ പ്രൂവ് ആകാത്തതുകൊണ്ട് തൽക്കാലം നോട്ടീസ് കൊടുത്ത് വിട്ടേക്കാണ്. അത് അന്വേഷണത്തിൽ കൂടുതൽ വെരിഫൈ ചെയ്യും. 28-ന് രാത്രിയിലാണ് മലപ്പുറം കുറ്റിപ്പുറത്ത് ഓട്ടോറിക്ഷ മോഷ്ടിച്ചത്. ഇതുമായി പെരുമ്പാവൂരിലെ പെട്രോൾ പമ്പിൽ നിന്ന് 700 രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയും തുടർന്ന് പണം കൊടുക്കാതെ മുങ്ങുകയും ചെയ്തു. പമ്പ് ഉടമയുടെ പരാതി പ്രകാരം ഓട്ടോറിക്ഷ ഉടമയെ ബന്ധപ്പെട്ടപ്പോഴാണ് ഓട്ടോറിക്ഷ മോഷണം പോയ വിവരം മനസ്സിലായത്. അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഓട്ടോറിക്ഷ കണ്ടെത്തിയ വിവരം പത്തനംതിട്ട പോലീസ് അറിയിക്കുന്നത്. മുൻപ് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു അനന്തകൃഷ്ണൻ. വാഹനങ്ങളുടെ പൂട്ടുപൊളിച്ച് വയറുകൾ കൂട്ടി യോജിപ്പിച്ചാണ് വാഹനം സ്റ്റാർട്ടാക്കി മുങ്ങിയത്. കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. അറിഞ്ഞോ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള പന്തളം മൈക്രോ കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഖിലേന്ത്യാ തലത്തിൽ NCVT നടത്തിയ ഗ്രേഡിംഗിൽ കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം മൈക്രോ കോളേജ്. ഇന്ത്യയിലും വിദേശത്തും ഏറ്റവുമധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്നതുല്യമായ ജോലി കരസ്ഥമാക്കൂ. അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പ്യൂട്ടർ ലാബുകളും ഡിജിറ്റൽ ക്ലാസ് റൂമുകളും. ജോബ് പ്ലേസ്മെന്റിലും ക്യാമ്പസ് സെലക്ഷനിലും എന്നും നമ്പർ 1. മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പന്തളം. മൈക്രോ, the sign of success.